ശ്രീ D.K. മുരളി. സർ, കേരളീയത്തിൻ്റെ സംഘാടനത്തിൽ പങ്കുവഹിക്കാൻ കഴിഞ്ഞത് നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഭവമായിട്ടാണ് കാണുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ വളർച്ചയും നേട്ടങ്ങളും ലോകത്തിനു മുമ്പിൽ സമർപ്പിക്കുവാനും ലോക പ്രതിഭകളിൽ നിന്ന് പലതും സ്വാംശീകരിക്കുവാനും ഇടയാക്കുന്ന ഒന്നുകൂടിയായിരുന്നു, ഒരു മഹോത്സവമായിരുന്നു കേരളീയം. ചെറുപ്പക്കാരും പുതിയ തലമുറയിൽപ്പെട്ടവർ ഉൾപ്പെടെ വനിതകളുമൊക്കെ വലിയ തോതിലാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ കേരളീയത്തിൽ പങ്കെടുക്കാതെ അകലെ നിന്ന് മാത്രം നോക്കിക്കണ്ട് ദോഷൈക ദൃക്കുകളായ ചിലർ കേരളീയം ധൂർത്താണ് എന്നൊരു ആക്ഷേപം ഉന്നയിക്കുന്നു. അത് സംബന്ധിച്ച് ഗവൺമെന്റിന്റെ നിലപാടെന്താണ്? ബഹുമാനപ്പെട്ട CM നിലപാട് ബഹുമാനപ്പെട്ട CM പ്ലീസ്. സർ, ഈ പരിപാടി നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായൊരു പരിപാടിയാണ് എന്നാണ് കേരളം പൊതുവെ കണ്ടിട്ടുള്ളത്. ഇതേവരെ ഈ പരിപാടി നമുക്ക് നടത്താൻ കഴിഞ്ഞില്ലാലോ എന്ന ഒരു ചിന്തയാണ് പൊതുവെ ആളുകളിലെല്ലാം ഉണ്ടായത്. കാരണം അത്രമാത്രം സ്വീകാര്യതയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികൾക്കും ഉണ്ടായത്. അപ്പോൾ സെമിനാർ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഭാവി കാര്യങ്ങൾ എങ്ങനെ വേണമെന്നുള്ളതിനെക്കുറിച്ചടക്കം ആസൂത്രണം ചെയ്യാനുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായി പങ്കെടുത്ത വിദഗ്ധരും നമ്മുടെ നാട്ടിലുള്ള ആ വിഷയത്തിൽ പ്രാവീണ്യമുള്ളവരുമെല്ലാം വിലപ്പെട്ട അഭിപ്രായങ്ങളാണ് അവതരിപ്പിച്ചത്. അതേപോലെ നടന്ന പരിപാടികൾ സർ, ആയിരക്കണക്കിൽ കലാകാരന്മാരാണ് ഈ പരിപാടിയുടെ ഭാഗമായി അണിനിരക്കാൻ കഴിഞ്ഞത്. കേരളത്തിലെ കലാരംഗമാകെ ഈ പരിപാടിയെ വലിയ തോതിൽ പിന്താങ്ങുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ ജനങ്ങൾ ഇതെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാകെ കാണുന്നതിനും ആസ്വദിക്കുന്നതിനും വലിയ തോതിൽ ഒഴുകിയെത്തുന്ന നിലയാണുണ്ടായത്. സർ, ഇതിലൊന്നും ഒരു തരത്തിലുള്ള ഭേദചിന്തയും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഒരേ മനസ്സോടെ ആ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് ഈ കേരളീയം പരിപാടിയിൽ പങ്കെടുക്കുന്നതിനാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. അത് ഒരു തരത്തിലും ഒരു ധൂർത്തായിരുന്നില്ല. നമ്മുടെ നാടിൻ്റെ വലിയൊരു നിക്ഷേപമായിട്ടാണ് അത് മാറിയത് എന്നുള്ളതാണ് വസ്തുത. ശ്രീ ഡോക്ടർ സുജിത് വിജയൻ പിള്ള. സർ, സംഘാടക മികവ് കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ഏറെ ശ്രദ്ധ നേടാൻ കേരളീയം 2023 സാധിച്ചിട്ടുണ്ട്. സർ, എൻ്റെ ചോദ്യം, വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ മഹാനഗരത്തിലെയും മറ്റ് നഗരങ്ങളെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു കേരളീയം, അത് നമ്മുടെ ടൂറിസം കലണ്ടറിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ, ടൂറിസം വാരാഘോഷം എന്നുള്ള രീതിയിലേക്ക് വിപുലപ്പെടുത്തിക്കൊണ്ട് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട CM. സർ, അടുത്ത വർഷത്തെ കേരളീയം എങ്ങനെയെന്നുള്ളതിനെക്കുറിച്ച് ഒരു ആലോചന നടന്നു കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇത് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ തുടർച്ചയായി ബഹുമാന്യായ അംഗം ചൂണ്ടിക്കാണിച്ചതുപോലുള്ള അഭിപ്രായങ്ങൾ വ്യാപകമായി ഉയർന്നു വരുന്നുണ്ട്. ഇത് ഒരു നഗരത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിക്കൂടാ, കേരളത്തിൽ ആകെ വേണമെന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വ്യാപകമായി വരുന്നുണ്ട്. അത് എത്ര കണ്ട് സാധ്യമാണ് എന്ന കാര്യങ്ങളൊക്കെ നാം പരിശോധിച്ചേ തീരുമാനിക്കാൻ പറ്റും. ഏതായാലും ആ അഭിപ്രായങ്ങളൊന്നും സർക്കാർ തള്ളിക്കളയുന്നില്ല. ശ്രീമതി OS അംബിക. സർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ യുവാക്കൾ കേരളത്തെ കൈയഴിയുന്നു എന്ന ബോധപൂർവമായ പ്രചരണം നടക്കുമ്പോൾ യഥാർത്ഥ വസ്തുത ബോധ്യപ്പെടുത്തുവാനും യുവജനതയ്ക്ക് ആത്മവിശ്വാസം പകരുവാനും എന്തെല്ലാമാണ് കേരളത്തിലൂടെ സാധ്യമായത് വിശദമാക്കാം. ബഹുമാനപ്പെട്ട CM. സർ, അതിൻ്റെ ആദ്യ ഭാഗം ഞാൻ ശരിക്കും കേട്ടില്ല. വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ആളുകൾ പോകുന്നതിനെ സംബന്ധിച്ച്, അത് പുറത്തേക്ക് പോകുന്നത് സംബന്ധിച്ച്, ബ്രെയിൻ ഡ്രെയിനെ കുറിച്ച്. അത് കേരളീയത്തിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പ്രശ്നങ്ങളും ചർച്ച ചെയ്തിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പ്രശ്നങ്ങൾ കേരളീയത്തിൻ്റെ ഭാഗമായി മാത്രം ചർച്ച ചെയ്തല്ല, നാം സ്ഥിരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തിന് നല്ല പുരോഗതി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി A++ ഗ്രേഡ് നേടിയിരിക്കുകയാണ്. A+ ഗ്രേഡ് നേടിയ മറ്റ് 2-3 യൂണിവേഴ്സിറ്റികൾ നിൽക്കുന്നു. അതോടൊപ്പം A++ നേടിയ ഒട്ടേറെ കലാലയങ്ങൾ, സ്ഥാപനങ്ങളും നിൽക്കുന്നു.
A+ നേടിയ മറ്റൊട്ടേറെ കോളേജുകൾ നിൽക്കുന്നു. അങ്ങനെ നമ്മളൊരു പുരോഗതിയുടെ പാതയിലാണ്. അതിൻ്റെ ഭാഗമായി തന്നെ വലിയ തോതിൽ പുതിയ കോഴ്സുകൾ വന്നിരിക്കുന്നു. അന്തരീക്ഷമാകെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറുകയാണ്. സർ, ഇവിടെ നാം കാണേണ്ടത് നമ്മുടെ കേരളീയത്തിൻ്റെ ഭാഗമായി നമ്മളൊരു വിദേശത്ത് നിന്ന് ഇവിടെ വന്ന് പഠിക്കുന്ന കുട്ടികളുടെ ഒരു സംഗമം നടത്തിയിരുന്നു. ആശ്ചര്യകരമായിരുന്നു. ധാരാളം ആളുകളാണ് ആ സംഗമത്തിലുണ്ടായത്. ഇത്രയധികം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ടോ എന്ന് അപ്പോൾ കണ്ടപ്പോഴാണത് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് ഇപ്പോഴുള്ളതാണ്. എന്നാൽ ഇനിയുള്ള നാളുകളിൽ നമ്മളെ നാട്ടിനെ പറ്റി എപ്പോഴും ഈ വല്ലാതെ എങ്ങനെയെങ്കിലും ഇതൊന്ന് തകർന്നു കിട്ടണേ എന്നൊരു മനസ്സും കൊണ്ട് നടന്നാൽ ഇങ്ങനെ ചില ഗീതങ്ങൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. സർ, നമ്മുടെ നാട് മാറുകയാണ്, നമ്മുടെ നാട് പുരോഗമിക്കുകയാണ്. നാം എല്ലാവരും ഈ നാട് കൂടുതൽ മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുകയാണല്ലോ വേണ്ടത്. എന്തിനാണ് ഇങ്ങനെയൊരു നിഷേധാത്മക സമീപനവും കൊണ്ട് നടക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. സർ, ഇവിടെ ഇതെല്ലാം നാടിനല്ലേ ഗുണം പിടിക്കുന്നത്. നമ്മുടെ നാടിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല വളർന്നു വരുമ്പോൾ അത് നാടിൻ്റെ വലിയ മാറ്റമല്ലേ കുറിക്കുക. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങില്ലേ? ആ ഒത്തിണങ്ങുന്നതിന് വേണ്ടിയല്ലേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം സൗകര്യങ്ങൾ ഒരുക്കുന്നതിനല്ലേ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തേക്ക് സംസ്ഥാനത്തിന് പുറത്തു നിന്നും രാജ്യത്തിന് പുറത്തു നിന്നും കുട്ടികൾ ഇങ്ങോട്ട് വരാൻ പോവുകയാണ് പഠിക്കാൻ. എന്നാൽ നാം കാണേണ്ടത് നമ്മുടെ നാട്ടിൽ നിന്ന് സംസ്ഥാനത്തിന് പുറത്തോ രാജ്യത്തിന് പുറത്തോ പോകുന്ന കുട്ടികളെ ആകെ നിരോധിക്കാനൊന്നും നമുക്ക് കഴിയില്ല. കുട്ടികൾക്കെല്ലാം ഇപ്പോൾ ഓരോ അഭിപ്രായങ്ങളുണ്ട്. അവരുടെ ഉള്ളം കയ്യിലാണ് ലോകം. അവർക്കറിയാം എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ച്. ആ അഭിപ്രായങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ അവർ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി രക്ഷിതാക്കളെയും അവർ മാറ്റുകയാണ്. ആ തരത്തിൽ ധാരാളം കുട്ടികൾ പുറത്തു പോകുന്നുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, രാജ്യത്താകെയുള്ളൊരവസ്ഥയാണ്. നാം അതിന് നേരിടേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കഴിവുകൾ വർദ്ധിക്കണം, ആ രംഗം കൂടുതൽ പ്രാപ്തമാക്കണം, എല്ലാ രീതിയിലും മികവുറ്റതാക്കണം. മികവാർന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയാണ് നാം ഉദ്ദേശിക്കുന്നത്. ആ ഘട്ടത്തിലും ചിലർ പുറത്തു പോയി എന്ന് വരും. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആകെ തകർന്നുപോയി എന്ന് ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. നാം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. അതാണ് സ്വീകരിക്കുന്നത്. അതിന് ഫലമുണ്ടായിട്ടുണ്ട്. ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. ശ്രീ എൻ ശംസുദ്ദീൻ, ഇവിടെ പിന്നെ അങ്ങ് തന്നെ പറയുകയുണ്ടായി നമ്മൾ മുണ്ട് മുറുക്കിയെടുത്ത് മുന്നോട്ട് പോകേണ്ട സമയമാണെന്ന്. സർ, നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇവിടെ പെൻഷൻ കിട്ടാതെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു, അതുപോലെ തന്നെ കർഷക ആത്മഹത്യകൾ പെരുകുന്നു. ആ സമയത്ത് 30 കോടി രൂപയാണ് ഈ കേരളീയത്തിന് വേണ്ടി അങ്ങയുടെ ഗവൺമെന്റ് ചെലവഴിച്ചത്. സർ, ഒരു സാമ്പത്തിക പ്രതിസന്ധി വരുന്ന കാലത്ത് ഗവൺമെന്റിന്റെ പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തേണ്ടതല്ലേ? ആളുകളുടെ പെൻഷൻ കൊടുക്കാനും അതുപോലെ സാമൂഹ്യക്ഷേമ വിഷയങ്ങൾ പരിഹരിക്കാനുമല്ലേ ആദ്യം മുൻഗണന നൽകേണ്ടത്? അതല്ലേ ബുദ്ധിയുള്ളൊരു സർക്കാർ ചെയ്യേണ്ടത്? എന്താണ് എന്റെ ചോദ്യം? സർ, ബഹുമാന്യനായ അംഗത്തിൻ്റെയും അംഗത്തെ പ്രതിനിധീകരിക്കുന്നവരുടെയും ബുദ്ധിയിൽ നിന്ന് വ്യത്യസ്തമാണ് LDFിൻ്റെ ബുദ്ധിയും ഈ സർക്കാരിൻ്റെ ബുദ്ധിയും എന്താണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ഈ നാടിൻ്റെ എല്ലാ മേഖലകളും മുന്നോട്ട് പോകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. നമുക്ക് സാമ്പത്തിക പ്രയാസമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ സാമ്പത്തിക പ്രയാസം കൊണ്ട് ഈ നാട്ടിൽ നടക്കേണ്ടതായ ഒന്നും നടക്കാതിരിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ക്രമമായി നടക്കുകയാണ്. എല്ലാ രംഗങ്ങളും മുറ പോലെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ വികസന പ്രവർത്തനങ്ങളൊന്നും സ്തംഭിച്ചു പോയിട്ടില്ല. നമ്മുടെ ആരോഗ്യരംഗമായാലും വിദ്യാഭ്യാസ രംഗമായാലും ലോകം തന്നെ ശ്രദ്ധിക്കുന്ന രീതിയിൽ വലിയ തോതിൽ മെച്ചപ്പെട്ടു നിൽക്കുന്നു. നമ്മുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇന്ത്യ രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ മികവാർന്ന രീതിയിലാണ് നടക്കുന്നത്. ഇതൊന്നും ഈ സാമ്പത്തിക പ്രയാസത്തിൻ്റെ ഘട്ടത്തിൽ നമ്മൾ ഉപേക്ഷിച്ചിട്ടില്ല. അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് കേരളത്തോടൊരു പ്രത്യേക നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധം നമ്മൾക്ക് പ്രകടിപ്പിക്കേണ്ടതായി വരുന്നുണ്ടെന്നുള്ളതും വസ്തുതയാണ്. എന്നാൽ നമുക്ക് നമ്മുടേതായ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ പറ്റില്ല. നമ്മുടെ നാടിന് മുന്നോട്ട് പോകാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ അത് ഉപേക്ഷിക്കാനും പറ്റില്ല. അതിൻ്റെ ഭാഗമാണ് കേരളീയം. അത് വെറും ഒരാഘോഷ പരിപാടി മാത്രമായിരുന്നില്ല. നാളത്തെ കേരളം എങ്ങനെ രൂപപ്പെടണമെന്നതിനെക്കുറിച്ച്
അതിവിപുലമായ ആലോചന നടത്താനുള്ള ഒന്നായിരുന്നു. അതുകൊണ്ട് അത് നമ്മുടെ നാടിനെ ഒഴിച്ചുകൂടാത്തതായിരുന്നു. ഈ പ്രയാസങ്ങൾക്കിടയിലും അത് നടത്താൻ നാം നിർബന്ധിതമായതാണ്. അഡ്വക്കേറ്റ് വി ജോയ്, പ്ലീസ് പ്ലീസ്, മുമ്പിലാണെന്ന് മാറി, പ്ലീസ് പ്ലീസ് പ്ലീസ്. സർ, സപ്പോർട്ട് ചെയ്യുന്ന ആള്. കേരളീയം 23 തിരുവനന്തപുരത്തിനൊരു പുതിയ അനുഭവം നൽകിയതാണ് സാർ. ഒളിഞ്ഞും ലൈറ്റ് അണഞ്ഞപ്പോഴും അതിനെ വന്ന് കണ്ടവർ ധാരാളം ഉണ്ട് സാർ. എൻ്റെ ചോദ്യം ഇങ്ങനെയാണ് സാർ, പല രാജ്യങ്ങളിലും ആ രാജ്യം തന്നെ ഫെസ്റ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ദുബായ് ഫെസ്റ്റ് പോലെ ധാരാളം സ്ഥലങ്ങളിൽ അത് നടക്കുന്നുണ്ട്. നമുക്കും ഈ വരുന്ന ആളുകളിൽ കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള തനിമയെ വിളിച്ചോതുന്ന തരത്തിൽ ലോകത്താകെ ഇത് അറിയിക്കുന്നതിനും ടൂറിസ്റ്റുകളെ കൂടി ഇത് ബന്ധപ്പെടുത്തി കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ഈ വരും വർഷങ്ങളിൽ ആകർഷിക്കുമോ എന്നുള്ളതാണ്. തീർച്ചയായും നേരത്തെ നമ്മൾ നടത്തിയ കേരളീയം ഏതാനും ആഴ്ചകളുടെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു. എന്നാൽ അടുത്ത വർഷം നാം നടത്താൻ പോകുന്ന കേരളീയം മുൻകൂട്ടി തന്നെയുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് ഇവിടെ പങ്കെടുക്കാനുള്ള സൗകര്യങ്ങൾ അതിലൂടെ തന്നെ വരുമെന്നാണ് നാം കാണേണ്ടത്. അതിനാവശ്യമായ മുൻകൂട്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തും. അതോടുകൂടി ടൂറിസത്തിന് വലിയ തോതിൽ പ്രാധാന്യം കൊടുക്കാനും നമുക്ക് കഴിയും.